So this is a basic introduction of chapter 5, laws of motion. So we are discussing about, so until now we have discussed about the motion of an object in one dimension and motion of an object in a plane or two dimension. Now we are going to discuss about the laws that are governing the motion of objects. Okay, so this chapter discusses the laws of the motion of the objects. So here we are starting with a bit of history, that is we know the laws of motion means in today's physics we are using the laws that is given by Newton. പറഞ്ഞിട്ടുള്ള മൂന്ന് ലോസ് ആണ് ഫിസിക്സിന്റെ മോഷനെ കുറിച്ചുള്ള മൂന്ന് ലോസ് ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ന്യൂട്ടൺ ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യവും ന്യൂട്ടന് മുന്നേ വസ്തുക്കളുടെ മോഷനെ കുറിച്ച് പഠിച്ച രണ്ട് പ്രമുഖരാണ് അരിസ്റ്റോട്ടിൽ ആൻഡ് ഗലീലിയോ. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസസ്, അവരെന്താണ് മോഷനെ കുറിച്ച് പഠിച്ചത്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ദേ ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ദെയർ ഫൈൻഡിങ്സ് ഓൺ മോഷൻ. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ. സോ അരിസ്റ്റോട്ടിൽ ആണ് ആദ്യത്തെ പ്രസിദ്ധമായ മോഷനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞ ആള് പറഞ്ഞത് ഒരു ബോഡി മോഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെന്റ് ആ ബോഡി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോഡിക്ക് മൂവ്മെന്റ് വേണമെങ്കിൽ, മോഷൻ വേണമെങ്കിൽ എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണമെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. പക്ഷെ ഗലീലിയോ അദ്ദേഹം അരിസ്റ്റോട്ടിലിന്റെ ഈ ഒരു വാദത്തിനെ എതിർത്തു. അദ്ദേഹം എന്ത് പറഞ്ഞു? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻസിന്റെ എക്സാമ്പിൾ കൊണ്ടുവന്നു. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു കുന്നിന്റെ ചെരുവിൽ ഒരു ബോൾ കൊണ്ടുവച്ചാൽ ആ ബോൾ ഒരിക്കലും അവിടെ ഇരിക്കില്ല, അത് റോൾ ഡൗൺ ചെയ്യും അല്ലേ. അപ്പൊ ആരെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഉന്തി വിടുക ഒന്നും വേണ്ട ആ ബോളിന്, അത് തന്നെ പൊക്കോളും അല്ലേ. ഓക്കെ അല്ലേ. അങ്ങനത്തെ മോഷനും ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെയും ഒരു ബോഡിക്ക് മോഷൻ ഉണ്ടാവാം എന്നപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് വേണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെയും ബോഡിക്ക് മോഷൻ ഉണ്ടാവാം എന്ന് പറഞ്ഞതാണ് ആര്? ഗലീലിയോ. അപ്പൊ ഗലീലിയോ രണ്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് മോഷനെ കുറിച്ച് പഠിക്കാൻ. ഒന്നാമത് ഒരു സിംഗിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു, നമ്മുടെ ഒരു സ്ലൈഡ് പോലത്തെ ഒരു സംഭവം എടുത്തു. അദ്ദേഹം അതിന്ന് കണ്ടുപിടിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഒരു ഇൻക്ലൈൻഡ് ഇപ്പൊ നമ്മൾ സ്ലൈഡ് എടുക്കാം. സ്ലൈഡിൽ കൂടെ ഉരസി താഴോട്ട് ഇറങ്ങുമ്പോൾ, താഴോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആക്സിലറേഷൻ കൂടുന്നു. പക്ഷെ തിരിച്ച് സ്ലൈഡിന്റെ മുകളിൽ കൂടെ കയറുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ നെഗറ്റീവ് വാല്യൂ ആണ്. നമ്മുടെ ആക്സിലറേഷൻ കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ റിട്ടാർഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. അത് ഇൻക്ലൈൻഡ് അല്ല, ജസ്റ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. അപ്പൊ അതൊരു ഇന്റർമീഡിയറ്റ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു ഫ്രിക്ഷൻലെസ്, അതായത് ഒരു തടസ്സവും ഇല്ലാത്ത ഹൊറിസോൺസ്, ഭയങ്കര സ്മൂത്ത് ആയ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. പിന്നെ മൂവിങ് അപ്പ് റിട്ടാർഡേഷൻ ആണ്, മൂവിങ് ഡൗൺ ആക്സിലറേഷൻ ആണ് നടക്കുന്നത്. ഇനി അദ്ദേഹം ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ഉപയോഗിച്ചു. ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ടായിരിക്കും ആ പ്ലെയിനിന്. ഓക്കെ, ലൈക്ക് ഹിയർ ഇവിടെ കാണിക്കുന്ന ഫിഗർ പോലെ. സോ ദിസ് ഈസ് എൻ ഇൻക്ലൈൻഡ് സിറ്റുവേഷൻ ആൻഡ് ദിസ് ഈസ് ഓൾസോ എൻ ഇൻക്ലൈൻഡ് സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ ടോപ്പിൽ നിന്ന് ഒരു ബോൾ വന്നാൽ അത് ഇവിടെ വരെ ട്രാവൽ ചെയ്യും. ഒരെണ്ണം റോൾ ഡൗൺ ചെയ്യണു, ഒരു പ്ലെയിൻ കൂടെ റോൾ അപ്പ് ചെയ്യുന്നു. ഫ്രിക്ഷൻ ഇല്ല, ആ കേസാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതാണ് ഇനീഷ്യൽ ഹൈറ്റ് അല്ലേ ബോളിന്റെ. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും ഈ ബോൾ നിന്ന് പോകും, റഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും തട്ടിയിട്ട്. ബട്ട് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഈ ബോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യും. അതായത് ഇനീഷ്യൽ ഹൈറ്റും ഫൈനൽ ഹൈറ്റും സെയിം ആയിരിക്കും. ഇനി ഈ ഒരു സ്ലോപ്പ്, ഈ ഒരു പ്ലെയിനിന്റെ ഒരു ഇൻക്ലൈൻഡ് സൈഡ് എടുത്തിട്ട് അതിന്റെ സ്ലോപ്പ് കുറച്ചു. ഇവിടെ ഇത്ര സ്ലോപ്പ് ഉണ്ട്, ഇവിടെ നമുക്ക് ഇത്ര സ്ലോപ്പുള്ളൂ, സ്ലോപ്പ് കുറച്ചു. അപ്പൊ എന്താ ഉണ്ടാവുക? ബോൾ ഇവിടുന്ന് ഉരുണ്ടു വന്ന് ഇവിടെ കയറും. ഓക്കെ, ഹൈറ്റിൽ വ്യത്യാസമില്ല, പക്ഷെ ആ ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വ്യത്യാസം കാണാം.
ബോള് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വ്യത്യാസം കാണാം. ഇത് ഇവിടെ വരെ ട്രാവൽ ചെയ്യുന്നുള്ളൂ, ഇത് ഇവിടെ വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബോൾ ഈ സംഭവത്തിന് ഈ സ്ലോപ്പ് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി ഇൻക്ലൈൻഡ് പ്ലെയിനിൽ. അപ്പൊ എന്താ സംഭവിക്കുക? ഫ്രിക്ഷനും ഇല്ല, ഇത് സ്ലോപ്പ് 0 ആക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഉരുണ്ട് വരുന്ന ബോള് കണ്ടിന്യൂസ്ലി മോഷനിലേക്ക് പോവും, ഇൻഫിനിറ്റി വരെ പോവും. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇഫ് there were no friction, the ball would continue to move with a constant velocity on the horizontal plane. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവും. അപ്പോൾ അത് ഇവിടെയും അവൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഗലീലിയോക്ക് എന്തായിരുന്നു മോഷൻ എന്ന് പറഞ്ഞാൽ, ഗലീലിയോ അക്കോർഡിംഗ് ടു ഗലീലിയോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും അതുപോലെ തന്നെ യൂണിഫോം ആയിട്ടുള്ള ലീനിയർ മോഷനും സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ രണ്ടും ഈക്വലൻ്റ് ആണെന്നാണ് ആര് പറയുന്നത്? ഗലീലിയോ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. എന്താ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെയും ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെയും ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, ഇത് -5ഉം ഇത് 5ഉം ഇത് 4ഉം ഇത് -4ഉം ആണെന്ന് വിചാരിക്കുക. സോ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആയിരിക്കും. ഈ ബോളിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യാത്ത പോലെയാണ് വരിക. അതിനെയാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും, മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അത് മോഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആര് പറയുന്നത്? ഗലീലിയോ പറയുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ ടേം നെറ്റ് ഫോഴ്സ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ഒബ്ജക്റ്റ് ആണ് നെറ്റ് ഫോഴ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് നമ്മൾക്കറിയാം, നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? There will be no acceleration. Net force 0 ആണെങ്കിൽ F is equal to ma. So acceleration എന്തായിരിക്കണം? F is equal to ma. So when F is equal to 0, acceleration is also equal to 0. Then അപ്പോൾ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ദീസ് ആർ ദ കേസസ് ഇൻ വിച്ച് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എപ്പോഴാണ് നെറ്റ് ഫോഴ്സ് ഉണ്ടാവുക, എപ്പോഴൊക്കെയാണ് നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല. 5ഉം 5ഉം ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. സോ ദേ ആഡ് അപ്പ് ഇൻ ടു എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവിടെ നോക്കൂ, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡിലും ഡിഫറൻസ് വന്നു അല്ലേ? -5ഉം 5ഉം ആയി, അപ്പോൾ അത് 0 ആയി. അപ്പോൾ ഇവിടെ 5ഉം 10ഉം ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് സെയിം ഡിറക്ഷൻ. സോ മാഗ്നിറ്റ്യൂഡ് ആഡപ്പ് ആയി ഇൻ ദ സെയിം ഡിറക്ഷൻ. ഇവിടെ 5ഉം ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻ. സോ യു ഹാവ് ടു ഡു എന്താ, ഇവിടെ പ്ലസ് ആണ്, സോ 5 + -10 എന്താ? -5. ദെൻ ആരാണോ ലാർജർ ക്വാണ്ടിറ്റി, ആ ലാർജർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ ആണ് ഇവൻ ഫോളോ ചെയ്യുക. സിമിലർലി 5 + -15, നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ subtract the numbers and put larger number sign. In this case it is -15. So larger sign മാത്രമല്ല ആ ഡയറക്ഷൻ കൂടി ആയിരിക്കും ഫോളോ ചെയ്യുക. ഇവിടെ 10ഉം -5ഉം, അപ്പോൾ ഇതിൽ ലാർജർ 10 ആണ്, സോ 5 in upward direction. So this is how you calculate net force. Now എങ്ങനെ നമുക്കൊരു ഫിസിക്സ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം? രണ്ട് കേസസ് ആണ് പറയുന്നത്. ഒന്ന് 1 ഡയമെൻഷണൽ എക്സാമ്പിൾ ആണ്. 2 guys are pushing a car forward. അപ്പോൾ പുഷിങ് ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ ആ പുഷിങ്ങിനെ ഒപ്പോസ് ചെയ്യുന്നത് ആരാ? ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ, റോഡുമായിട്ടുള്ള ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷനും എന്താണ്? ഒരു ഫോഴ്സും ആണ്. അപ്പോൾ ഈ ഗൈ കൊടുക്കുന്നത് 275ഉം ഈ ഗൈ പുഷ് ചെയ്യുന്ന ഫോഴ്സ് 395ഉം ആണ്. ഇനി ഈ റോഡ്
ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് 560 ന്യൂട്ടൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്കറിയാം 275 ന്യൂട്ടൺ ഫോർവേഡ് പ്ലസ് 395 ന്യൂട്ടൺ ഫോർവേഡ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് 560 ന്യൂട്ടൺ ബാക്ക്വേർഡ് ആയിരിക്കും. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫോർവേഡുകളെ തമ്മിൽ ആഡ് ചെയ്ത് ബാക്ക്വേർഡിനെ ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്താണ്? ആ ഒബ്ജക്റ്റിൽ ഇരിക്കുന്നതിന്റെ 110 ന്യൂട്ടൺ ആണ്. ഇവിടെ ഒരു നെറ്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഇതിന് ഈക്വലന്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും? അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും ആ ഒബ്ജക്റ്റിന്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. 2-dimensional എക്സാമ്പിൾ ആണ്. ഒരു അമേരിക്കൻ വിമൻ ഇസ് ഫ്ലൈയിങ് an American design rocket packet. അപ്പം നമുക്കിവിടെ ഫിഗറിൽ കാണാം, റൈറ്റ്? സോ as though that American woman is flying an American rocket on her back. Okay, what is the net force on her? That is our question. We have to consider both the horizontal and vertical forces. In the earlier case, നേരത്തെ കേസിൽ നമുക്ക് എന്താ ഉണ്ടായിരുന്നത്? ഒരു കാറും രണ്ടാൾക്കാരും റോഡ് തമ്മിലുള്ള ഫോഴ്സ്. അപ്പൊ ഇങ്ങനെയും മാത്രമുള്ള ഫോഴ്സസേ നമ്മൾ അവിടെ നോക്കിയുള്ളൂ 1-dimensional കേസിൽ. ബട്ട് ഇവിടെ നോക്കൂ, 2-dimensional. ഷീ ഈസ് ഫ്ലൈയിങ് ഇൻ ദിസ് എയർ അല്ലേ? അപ്പൊ 2 ഡയമെൻഷനും വേണം. ഓക്കെ, എക്സും വേണം വൈയും വേണം ടു നോ ഹെർ പൊസിഷൻ. സോ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സസ് കൊടുക്കണം, വെർട്ടിക്കൽ ഫോഴ്സസ് കൊടുക്കണം. ഓക്കെ, നേരത്തെ കേസിൽ ആക്ച്വലി ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ടെന്ന് നമുക്ക് പറയാം. ഈ കാറിന്റെ മാസ് കാരണം അതിനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി പോവണ്ട, 1-dimensional പ്രോബ്ലം ആയതുകൊണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് 2 വെർട്ടിക്കലും വേണം, ഹൊറിസോണ്ടലും വേണം. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളവനെ അപ്പ് എന്നോ ഡൗൺ എന്നും വൈ സബ്സ്ക്രിപ്റ്റ് വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ളവരെ എന്താന്നാ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് 150. ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ, അല്ലെങ്കിൽ ഫിഗർ വിൽ ബി പ്രൊവൈഡഡ് ജസ്റ്റ് ലൈക്ക് ദിസ്. സോ എഫ് വെയിറ്റ് എന്ന് പറയുന്നത് the weight of the woman plus the weight of the rocket pack. അത് 900 Newton. It is given. Okay. Now, thrust. ഈ ത്രസ്റ്റിന്റെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഈ എന്താ ഇത് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റോക്കറ്റ് പോകുമ്പോൾ ഫ്യൂവല് ബേൺ ചെയ്തിട്ടുണ്ടാവുന്ന ഫോഴ്സ് ആണ് ത്രസ്റ്റ്. ആ ത്രസ്റ്റ് എന്ന് പറയുന്നത് 1200 Newton ആണ്. സോ ത്രസ്റ്റ് ഇസ് ആക്ടിങ് അപ്വേർഡ്സ്. ഇതിനെ മുകളിലേക്ക് വിടാനാണ് ത്രസ്റ്റ് നോക്കുക. സോ F thrust Y, then ഈ ത്രസ്റ്റ് കാരണം ഷീ ഈസ് ഗോയിങ് ഇൻ ദിസ് ഡിറക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഡിറക്ഷനിലാണ് പോകുന്നത്. സോ ഇറ്റ് ഹാസ് എൻ എക്സ് കോമ്പോണന്റ് ആൻഡ് ഇറ്റ് ഹാസ് ഇങ്ങനെയാണ് അവൾ പോകുന്നത്. സോ എഫ് ത്രസ്റ്റ് ഹാസ് എൻ എക്സ് കോമ്പോണന്റ് ആൻഡ് വൈ കോമ്പോണന്റ്. നമ്മൾ റെസൊല്യൂഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു, അതേ സെയിം സംഭവമാണ് ഇവിടെ ചെയ്തത്. അപ്പൊ എക്സ് കമ്പോണന്റ് 500 ന്യൂട്ടണും വൈ കമ്പോണന്റ് 1200 ന്യൂട്ടൺ ആണെന്ന് പ്രൊവൈഡഡ് ആണ്. ഇനി വിൻഡിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. വിൻഡിന്റെ റെസിസ്റ്റൻസ് അവളെ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ റെസിസ്റ്റൻസ് എന്താ ചെയ്യുക? അവളെ ഈ ഒരു ഡയറക്ഷനിലേക്ക് വലിക്കും. ഓക്കെ, സോ എഫ് വിൻഡ് റെസിസ്റ്റൻസ് അത് 150 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇപ്പൊ നെറ്റ് ഫോഴ്സസ് എങ്ങനെയാണ് കാണാന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാ? ആദ്യം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് തമ്മിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുക. സോ എഫ് ത്രസ്റ്റ് വൈ minus F weight in the y direction. So അതായത് പ്ലസ് ആണ് വരിക. 1200 പ്ലസ് മൈനസ് 900. അങ്ങനെയാണ് 1200 മൈനസ് 900 that is equal to 300. സിമിലർലി ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നോക്കുക. ലാർജർ വൺ പോസിറ്റീവ് സംഭവത്തിലുള്ളത് എടുക്കുക. സോ 500 ന്യൂട്ടൺ മൈനസ് 150 ന്യൂട്ടൺ that is equal to 350 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? ഏതാണോ കൂടുതൽ അതിന്റെ ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, അപ്പം ടോട്ടൽ ഏതാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 300 ന്യൂട്ടണും ഹൊറിസോണ്ടലിൽ 350 ന്യൂട്ടണും ആണ്. ഓക്കെ.